ഹോസ്ദുർഗ് സബ് ട്രഷറി കെട്ടിട ശിലാസ്ഥാപനം മെയ് 26-ന് ധനകാര്യ വകുപ്പ് മന്ത്രി കെ.എൻ. ബാലഗോപാൽ നിർവഹിക്കും. പുതിയകോട്ടയിലെ പഴയ ട്രഷറി കെട്ടിടം പൊളിച്ചു നീക്കിയ സ്ഥലത്താണ് 1.48 കോടി രൂപയുടെ ഒറ്റനില കെട്ടിടം പണിയുക. This news sponsored by ഭുവനേശ്വരി ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കനിയന്തോൾ, ചീമേനി. മൊബൈൽ 9447730972. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഹോസ്ദുർഗ് സബ് ട്രഷറിയുടെ പഴയ കെട്ടിടം പൊളിച്ചുമാറ്റി പുതിയ കെട്ടിടം നിർമ്മിക്കാനുള്ള നടപടികൾ പൂർത്തിയായി കഴിഞ്ഞു. പുതിയകോട്ടയിലെ പഴയ ട്രഷറി കെട്ടിടം പൊളിച്ചു നീക്കിയ സ്ഥലത്താണ് 1.48 കോടി രൂപയുടെ ഒറ്റനില കെട്ടിടം പണിയുക. നിലവിൽ അലാമിപ്പള്ളി ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലാണ് ട്രഷറി പ്രവർത്തിച്ചു വരുന്നത്. 2424 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള ഒരു നില കെട്ടിടത്തിൽ സബ് ട്രഷറിക്ക് ആവശ്യമായ സൗകര്യങ്ങളെല്ലാം ഉണ്ടാകും. ഓഫീസർമാരുടെ ക്യാബിൻ, റെക്കോർഡ് റൂം, ഗാർഡ് റൂം, സ്പെഷ്യൽ ലോഞ്ച്, പണമിടപാട് ഏരിയ, പൊതു ശൌചാലയം, ഡൈനിങ് ഹാൾ എന്നിവ കെട്ടിടത്തിൽ ഒരുക്കും. HLL ലൈഫ് കെയർ ലിമിറ്റഡിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന നിർമ്മാണ പ്രവൃത്തിയുടെ കരാറുകാരൻ MA അബ്ദുൽ നാസറാണ്. 274 ദിവസമാണ് നിർമ്മാണ കാലാവധി. പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം മെയ് 26-ന് വൈകിട്ട് 5:30-ന് സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി കെ.എൻ. ബാലഗോപാൽ നിർവഹിക്കുമെന്ന് അധികൃതർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. 26-ാം തീയതി വൈകുന്നേരം 5:30-ന് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് തറക്കല്ലിടുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ മാലക്കൽ ട്രഷറിയിലെ തറക്കല്ലിട ചടങ്ങിന് ശേഷമാണ് ഇവിടെ എത്തിച്ചേരുക. അപ്പോൾ വൈകുന്നേരമാണ്. നല്ല ഒരു ജനകീയ ഉത്സവമായി തന്നെ ട്രഷറിയുടെ തറക്കല്ലിട ചടങ്ങടക്കം മാറ്റണം എന്നുള്ളതാണ് സംഘാടക സമിതിയുടെ ആഗ്രഹം. അതിനുവേണ്ടി ബഹുമാനപ്പെട്ട MLA സംഘാടക സമിതി ചെയർമാനായിക്കൊണ്ടുള്ള സംഘാടക സമിതി നിലവിൽ വന്നിട്ടുണ്ട്. നഗരസഭാ ചെയർപേഴ്സൺ വർക്കിംഗ് ചെയർമാനാണ്. ട്രഷറിക്ക് കൂടുതൽ സൗകര്യപ്രദവും ആധുനികമായ സംവിധാനങ്ങളോട് കൂടിയിട്ടുള്ള ഒരു കെട്ടിടമാണ് പുതുതായി വരാൻ പോകുന്നത്. അത് ജീവനക്കാർക്കും ഇടപാടുകാർക്കും ഒക്കെ ഏറെ ആഹ്ലാദകരമായിട്ടുള്ള ഒരു കാര്യമാണ്. 10 മാസമാണ് ഇതിന്റെ കാലാവധി. അതിൽ 1 മാസം പൊളിച്ചു നീക്കുന്നതിന് വേണ്ടി 9 മാസത്തിനകം ബിൽഡിംഗ് പൂർത്തിയാക്കി കൈമാറുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഈ ചന്ദ്രശേഖരൻ MLA ശിലാസ്ഥാപന ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. രാജ്മോഹൻ ഉണ്ണിത്താൻ MP മുഖ്യാതിഥിയായി സംബന്ധിക്കും. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് P. ബേബി ബാലകൃഷ്ണൻ, കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. മണികണ്ഠൻ ഉൾപ്പെടെ ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പങ്കെടുക്കും. ട്രഷറി ഡയറക്ടർ V. സാജൻ സ്വാഗതവും ജില്ലാ ട്രഷറി ഓഫീസർ K. റീജ നന്ദിയും പറയും. കാഞ്ഞങ്ങാട് നടന്ന മാധ്യമ സമ്മേളനത്തിൽ സംഘാടക സമിതി വർക്കിംഗ് ചെയർമാനും നഗരസഭാ ചെയർപേഴ്സണുമായ KV സുജാത, അസിസ്റ്റന്റ് ജില്ലാ ട്രഷറി ഓഫീസർ OT ഗഫൂർ, സബ് ട്രഷറി ഓഫീസർ P. സിന്ധു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.